ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. 2 years കൊണ്ട് എങ്ങനെയാണ് 1K സബ്സ്ക്രൈബേഴ്സ് ആക്കി എടുത്തതെന്ന്. സത്യം പറഞ്ഞാൽ അതിന് എങ്ങനെ ആൻസർ കൊടുക്കണം എന്ന് എനിക്ക് അറിയത്തില്ല. ഇറ്റ്സ് എ ഹാർഡ് വർക്കിംഗ് ഓൺലി. ലൈക്ക് ഹാർഡ് വർക്ക് ചെയ്യാതെ നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് വീഡിയോ ഒന്നും ഇടാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും 1K സബ്സ്ക്രൈബേഴ്സ് കിട്ടത്തില്ല. ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് ഏൺ ചെയ്തെടുത്തത് തന്നെയാണ് ഈ 1K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതില് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, ഹാർഡ് വർക്ക് ചെയ്യാം. പക്ഷെ എനിക്കെന്തോ ലൈക്ക് ഞാനും കുറെ യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്, ഹൗ ടു ഗെറ്റ് 1 million വ്യൂസ്, ഹൗ ടു ഗെറ്റ് 1K സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ. അത് കാണുമ്പോൾ പെട്ടെന്ന് ഞാൻ ക്ലിക്ക് ചെയ്തെടുക്കും. പക്ഷെ അതിലെന്തായിരിക്കും സത്യാവസ്ഥ, എന്തായിരിക്കും, തമ്പനയിൽ മാത്രമേ സംഭവം കാണത്തുള്ളൂ. വീഡിയോ തുറന്നു കഴിഞ്ഞാൽ കണ്ടന്റ് മൊത്തത്തിൽ വേറെ ആയിരിക്കും. അപ്പോൾ അവരുടെ ഒരു ടാക്ടിക്സ് എന്താണ്, അവർക്ക് വീഡിയോ ഇട്ട് പൈസ കിട്ടുകയും വേണം, എന്നാൽ ആ വീഡിയോ നിന്ന് നമുക്കൊരു ഉപയോഗം ഉണ്ടാവുകയും ചെയ്യരുത്. അങ്ങനെയാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് തോന്നുന്നില്ല. കാരണം ഞാൻ ഒരുപാട് പ്രാവശ്യം അങ്ങനെയൊക്കെ പറ്റിക്കപ്പെട്ടിട്ടുള്ളതാണ്. വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ വേറെ കണ്ടന്റ് വേറെ ആയിരിക്കും. അപ്പൊ എനിക്ക് അതിനുള്ള ടിപ്സ് ഒന്നും കിട്ടത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, എനിക്ക് ഓൾറെഡി ഒരു അനുഭവം ഉണ്ട്. അപ്പൊ ഈ നിങ്ങൾക്കും കൂടെ അത് അനുഭവിച്ച് തരേണ്ട ആവശ്യമില്ലല്ലോ. സോ ഐ തോട്ട് ഓഫ് ഷെയറിംഗ് വാട്ട് ഐ ഡിഡ് ടു ഏൺ 1K സബ്സ്ക്രൈബേഴ്സ്. എനിക്ക് യൂസ്ഫുൾ ആയ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. അപ്പം എന്റെ വീഡിയോ കാണുന്ന കുറച്ച് പേർക്ക് യൂട്യൂബ് ചാനലുള്ള കാര്യം എനിക്കറിയാം. സോ അവർക്കും ഇത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്നതായിരിക്കും. പറയേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഡയറി ഞാൻ അവിടെ നിന്ന് മേടിച്ചാണ്. സത്യം പറഞ്ഞാൽ ഡയറി എഴുതി ശീലമൊന്നും എനിക്കില്ല കേട്ടോ. പക്ഷെ ഇതിങ്ങനെയെങ്കിലും ഇതിനെ കൊണ്ടൊരു ഉപയോഗം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഈ ഡയറിയിലാണ് എല്ലാം എഴുതി വെച്ചത്. പിന്നെ ഞാൻ ഇത്രയൊക്കെ ഇതൊക്കെ ഞാൻ ആലോചിച്ചെടുത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ പറയുന്ന സമയത്ത് എന്തായിരിക്കും അടുത്ത പറയേണ്ടതെന്ന് ഞാൻ ചിലപ്പോൾ മറന്നു പോകും. അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം എഴുതി സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് എന്തായാലും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് എന്തായാലും ഇതിലോട്ട് കടക്കാം. ടിപ്സ് ആൻഡ് മെത്തേഡ്സിലോട്ട് കടക്കാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, അപ്ലോഡ് വീഡിയോസ് ഡെയിലി നോ മാറ്റർ വാട്ട് കണ്ടന്റ് യു ഹാവ്. അപ്ലോഡ് വീഡിയോസ് ഡെയിലി നോ മാറ്റർ വാട്ട് കണ്ടന്റ് യു ഹാവ്. ഇത് എത്ര സ്ട്രെസ് ചെയ്ത് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഞാനിപ്പോ ഇതിൽ 7 ടിപ്സ് പറയും. ആ 7 ടിപ്സിൽ നിങ്ങൾ ഒരെണ്ണം മാത്രമേ ചെയ്യുന്നുള്ളെങ്കിൽ അത് ഇതായിരിക്കണം. വേറെ ഒന്നുമല്ല. ഇപ്പൊ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ കുക്കിംഗ് വീഡിയോസ് ഇടാൻ വേണ്ടി മാത്രമായിരിക്കും ഒരു ചാനൽ തുടങ്ങുന്നത്. അപ്പോ നിങ്ങൾ ചിലപ്പോൾ എല്ലാ ദിവസവും കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ ഒരു ദിവസം ചിലപ്പോൾ കുക്കിംഗ് വീഡിയോ ഇടാനായിട്ട് കാണത്തില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിൽ ഒരു വീഡിയോസ് ഒന്നും ഇല്ല, ഇന്ന് ഇടാൻ വേണ്ടി ഒരു വീഡിയോ പോലും ഇല്ല, ഞാൻ ഒരു വീഡിയോ പോലും എടുത്തിട്ടില്ല. സോ നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക. കുക്കിംഗ് വീഡിയോ തന്നെ വേണമെന്നില്ല. സോ അതാണ് പറയുന്നത്, അപ്ലോഡ് വീഡിയോസ് ഡെയിലി നോ മാറ്റർ വാട്ട് കണ്ടന്റ് യു ഹാവ്. ആഴ്ചയിൽ ഒരു ദിവസവും, പ്രത്യേകിച്ച് 1K സബ്സ്ക്രൈബേഴ്സ് ആവാത്തവർക്ക്. 1K എങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം വീഡിയോ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. 2 ദിവസം കൂടുമ്പോൾ ഇട്ടാലും കുഴപ്പമില്ലെന്ന് പറയാം. പക്ഷെ 1K ആവുന്നത് വരെ, 1K എത്താൻ വേണ്ടി എത്ര വർഷം എടുക്കുമെന്ന് അറിയോ ചില യൂട്യൂബേഴ്സിനൊക്കെ. ഞാൻ ഇത്രയും ടിപ്സ് ഒക്കെ ചെയ്തുകൊണ്ടാണ് എനിക്ക് വിത്തിൻ 2 years എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയത്. ചിലവർക്ക് 5 വർഷം, ചിലവർക്ക് 6 വർഷം, ചിലവർക്ക് യൂട്യൂബ് തുടങ്ങി 1K അങ്ങനെ ആവത്തേയില്ല. അങ്ങനത്തെ കുറെ യൂട്യൂബേഴ്സ് ഉണ്ട്. സോ നിങ്ങൾ ഇത് സീരിയസ് ആയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി ഇതിന് ഏൺ കിട്ടണം എന്നുള്ളവരാണെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. വീഡിയോ ഇടാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടാതിരിക്കരുത്. എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് ഇടണം. എന്തായാലും എന്ത് കണ്ടന്റ് ആയാലും എഡിറ്റ് ചെയ്ത് ഇടണം. റിമെമ്പർ, ഇൻഅപ്രോപ്രിയേറ്റ് കണ്ടന്റ്സ് ഒന്നും ഇടരുത്. യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് ആ വീഡിയോ മാത്രമല്ല ചാനൽ മൊത്തത്തിൽ റിമൂവ് ചെയ്ത് കളയും. അതുകൊണ്ട് യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഅപ്രോപ്രിയേറ്റ് അല്ലാതെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എന്ത് കണ്ടന്റ് നിങ്ങളിലുണ്ടെങ്കിലും അത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഈ കുക്കിംഗ് വീഡിയോസ് ഇടത്തുള്ളൂ, കുക്കിംഗ് വീഡിയോസ് മാത്രമേ എടുത്തുള്ളൂ എന്ന് പറഞ്ഞ് മൃതരക്ഷ എടുത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഈ ചാനൽ എവിടെ എത്തില്ല. നിങ്ങൾക്കിപ്പോൾ ഒരു ദിവസം കുക്കിംഗ് വീഡിയോ ഇടാനില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തുക. ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഞാൻ ഡാൻസ്, ട്രാൻസിഷൻസ്, വ്ലോഗ്സ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങി യൂട്യൂബ് ചാനൽ. പിന്നെ കുക്കിംഗ് ആയി, പിന്നെ എന്തായി, ക്രാഫ്റ്റ് അല്ല സ്റ്റഡി റിലേറ്റബിൾ വീഡിയോസ് അങ്ങനെയൊക്കെ ആയി. സോ എനിക്ക് കണ്ടന്റ് ഇല്ലാത്ത സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്തെങ്കിൽ ഇടും. ചിലപ്പോൾ ഇട്ട വീഡിയോ തന്നെ റിപ്പീറ്റ് ആയിട്ട് ഇട്ടത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതും ഈ ഒരു മെത്തേഡിനുള്ളത് തന്നെയാണ്, ഇട്ട വീഡിയോ റിപ്പീറ്റ് ആയിട്ട് ഇടുന്നത്. ഇപ്പൊ ഒരു കണ്ടന്റ് നിങ്ങൾ ഗാലറിയിൽ ഒരു വീഡിയോയോ ഫോട്ടോയോ ഒന്നും ഇല്ലെന്ന് വിചാരിച്ചോ, നിങ്ങൾ ഓൾറെഡി ഇട്ട വീഡിയോ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് വീണ്ടും ഇടുക. ഓൾറെഡി റീച്ച് കിട്ടിയ വീഡിയോ, ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് നല്ല റീച്ച് കിട്ടിയിട്ടുണ്ട് യൂട്യൂബിലെങ്കിൽ അത് നിങ്ങൾ ഒന്നും കൂടെ റീപോസ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കണ്ടന്റ് ഇടാം. പിന്നെ ഡെയിലി വീഡിയോസ് ഇടണം. ഇത് ഞാൻ 2 ദിവസം ഇടുമ്പോഴും ആഴ്ച 2 ദിവസം കൂടുമ്പോഴും ആഴ്ച കൂടുമ്പോഴും ഓക്കെ, ബട്ട് ഐ റെക്കമെൻഡ് പുട്ടിങ് ഇറ്റ് ഡെയിലി. ബിക്കോസ് എന്നും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടി പോകുന്നത് കാണാൻ പറ്റും. ആഴ്ചയിൽ എന്നൊക്കെ നിങ്ങൾ വീഡിയോ ഇടുന്നു അന്നൊക്കെ നിങ്ങളുടെ ചാനലിൽ 1 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും കൂടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഓക്കെ, മൈക്ക് ഇവിടെ വെച്ച് 2-3 തവണ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് എനിക്ക് മൈക്ക് വെച്ച് റെക്കോർഡ് ചെയ്ത് ശരിയായിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ 2-3 വട്ടം ഞാൻ ഈ ക്ലിപ്പൊക്കെ ഒന്നുകൂടെ റെക്കോർഡ് ചെയ്ത്. അതുകൊണ്ട് തന്നെ ഫാൻ ഇടാതിരുന്നുകൊണ്ട് ചൂടെടുത്തിട്ട് എന്റെ ശ്വാസം മുട്ടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഫാൻ ഇട്ടിട്ടുണ്ട്. എത്രത്തോളം സൗണ്ട് ക്ലിയർ ആവുമെന്ന് ഈ വീഡിയോ കാണുമ്പോൾ അറിയാം. ലൈക്ക് ഞാൻ ഈ ക്ലിപ്പ് ഒന്ന് നോക്കട്ടെ കേട്ടോ. ഓക്കെ ഗൈസ്, സൗണ്ട് ക്ലിയർ ഒക്കെ ഉണ്ട്. ഞാൻ വീഡിയോ കണ്ടു നോക്കി, സൗണ്ട് ക്ലിയർ ഒക്കെ ഉണ്ട്. ഓക്കെ, അടുത്ത മെത്തേഡാണ് ഗോയിങ് വിത്ത് ട്രെൻഡ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ട്രെൻഡിങ് സോങ്സ് അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള എന്തെങ്കിലും കാണും, ട്രെൻഡിങ് ഫുഡ് ഐറ്റംസോ ട്രെൻഡിങ് സോങ്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കാണത്തില്ലേ, അത് നിങ്ങൾ ചെയ്യാം. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചിലപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഡാൻസും ട്രാൻസിഷൻസും കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഇടാനായിരിക്കും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അങ്ങനെയുള്ളവരാണെങ്കിൽ മെയിൻലി ഷോർട്സിൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ലോങ് വീഡിയോയ്ക്ക് പകരം 1K ആവുന്നത് വരെ ഷോർട്സിൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ അങ്ങനെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പം ഓൺ വോയിസിൽ വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ വോയിസ് മാത്രം ഇടരുത്, ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും ഒരു പാട്ട്. ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന 3 പാട്ടുകളാണ് പവിഴമല്ലി, ഉടിയുടി, ഇഫ് യു നോ യു നോ. ഈ 3 പാട്ടുകളാണ് ഇപ്പൊ യൂട്യൂബും ഇൻസ്റ്റയും ഫുൾ ട്രെൻഡായി നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പോഴത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണ് കാണുന്നത് എനിക്കറിയത്തില്ല. ഞാൻ 2026 ഈ ഒരു ജൂൺ മാസത്തെ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് ഈ 3 പാട്ടുകളാണ്. സോ നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഓൺ വോയിസിൽ വീഡിയോ ചെയ്യുന്നു, ഓൺ വോയിസ് മീൻസ് വോയിസ് ഓവർ കൊടുത്ത് വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ 3 പാട്ട് ചെറുതായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടേക്കണം. പാട്ടിടാതെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ റീച്ച് കിട്ടത്തില്ല. ഏതെങ്കിലും ഒരു ട്രെൻഡിങ് പാട്ട് നിങ്ങൾ ഇടണം. പിന്നെ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും എന്നുള്ള പേടിയുള്ളവരാണെങ്കിൽ യൂട്യൂബിൽ നിന്ന് തന്നെ പാട്ട് എടുത്തിടാവുന്നതാണ്. അതെങ്ങനെയാന്നുള്ളത് ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കാം. യൂട്യൂബിൽ കയറിയിട്ട് ഒരു വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ മ്യൂസിക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ആഡ് മ്യൂസിക് എന്ന് പറഞ്ഞ മുകളിൽ. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ മ്യൂസിക്കുകളുണ്ട്, ഇഷ്ടമുള്ള മ്യൂസിക് എടുക്കുക. ലെങ്ത് നോക്കുക, വീഡിയോക്ക് അനുസരിച്ച് ലെങ്ത് ഉണ്ടോ എന്ന് നോക്കുക. സൗണ്ട് കുറയ്ക്കാനും കൂട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, കുറച്ച് അല്ലെങ്കിൽ കൂട്ടി പക്ഷെ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഏതെങ്കിലും ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ ട്രെൻഡ് തന്നെ നോക്കിയെടുക്കാൻ. ഇപ്പൊ ട്രെൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പാട്ട് ബാക്കിൽ ഇട്ടിട്ടേ നിങ്ങൾ വീഡിയോ ആവും. സോ മൈ പെർസ്പെക്ടീവ്സ് ഐ വിൽ ബി ലൈക്ക് ഗിവിംഗ് യു ടു ലൈക്ക് ഗോ വിത്ത് ട്രെൻഡ് വെച്ച് നോക്കുക. ട്രെൻഡിൽ വരുന്ന പാട്ട് വെച്ചിട്ട് നിങ്ങൾ കയറുവാണെങ്കിൽ എന്തായാലും റീച്ച് കിട്ടും. പിന്നെ നിങ്ങൾ വ്ളോഗുകളൊക്കെ ഇടുന്നവരാണെങ്കിൽ സൂക്ഷിക്കേണ്ട കാര്യം, വ്ളോഗില് മാക്സിമം പാട്ടുകൾ ഒഴിവാക്കുക. ഇനിയിപ്പോ പാട്ടിട്ടേ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ക്യാപ്കട്ടിലാണ് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ ക്യാപ്കട്ടിൽ തന്നെ കുറച്ച് മ്യൂസിക്സ് ഉണ്ടാവും, അതിടുക. ഇപ്പം ഇൻഷോട്ടിലാണെങ്കിൽ ഇൻഷോട്ട്, VN-ലാണെങ്കിൽ VN, ഷോർട്ട് കട്ടിലാണെങ്കിൽ ഷോർട്ട് കട്ട്. ഏത് ആപ്പാണോ യൂസ് ചെയ്യുന്നത് അതിൽ തന്നെ കുറച്ച് ട്യൂൺസ് മ്യൂസിക്സ് ഒക്കെ കാണും, അത് അപ്ലോഡ് ചെയ്യാൻ നോക്കുക മാക്സിമം. അല്ലാതെ യൂട്യൂബിലും ഇൻസ്റ്റയിലും ട്രെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ പവിഴമല്ലി ഒക്കെ എടുത്ത് നിങ്ങൾ ഇടുവാണെങ്കിൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. കോപ്പിറൈറ്റ് വന്നെന്നും പറഞ്ഞ് വലിയ സീനൊന്നുമില്ല, പക്ഷേ കോപ്പിറൈറ്റ് വരാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. നിങ്ങൾ പാടുപെടാൻ പോകുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 മില്യൺ അല്ലെങ്കിൽ 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇട്ടാൽ യൂട്യൂബ് വീഡിയോ റിമൂവ് ചെയ്യും. ഈ മൈക്ക് ഇടയ്ക്ക് വെച്ച് ഓഫായി ഗൈസ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞു ഒന്നും കേട്ടില്ല. ഞാൻ എന്തോ ടിപ്പ് നമ്പർ 5 വരെ എന്തോ ഞാൻ എത്ര വരെ പറഞ്ഞൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന മൈക്ക് ഓഫ് ആയിരുന്നു ഗൈസ്, തന്നെ ഓഫായി. എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല, തന്നെ ഓഫ്. ഇപ്പൊ എന്ത് ചെയ്യും ഗൈസ്? ഞാൻ നോക്കട്ടെ കേട്ടോ ഏത് വരെ റെക്കോർഡ് ആയെന്ന് നോക്കട്ടെ. എന്താണ് ഓക്കെ ഗൈസ്, ഏത് വരെയാണ് റെക്കോർഡ് ആയെന്ന് മനസ്സിലായി. ഞാൻ ഗോയിങ് വിത്ത് ട്രെൻഡ് വരെയാണ് റെക്കോർഡ് ആയത്. അടുത്തയാണ് ടൈറ്റിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്യാം. ടൈറ്റിൽ ഓർ ഡിസ്ക്രിപ്ഷൻ ആണ് ശരിക്കും. ഏതെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്യാം. ഒന്നെങ്കിൽ ടൈറ്റിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ, ഏതെങ്കിലും ഒന്ന് മാത്രമേ ഫോക്കസ് ചെയ്യാവൂ. രണ്ടും കൂടെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ടെൻഷൻ അടിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞേക്കാം, ഫസ്റ്റ് നിങ്ങൾ ടൈറ്റിലാണ് ഫോക്കസ് ചെയ്യുന്നത് വിചാരിച്ചു. ഷോർട്ട് വീഡിയോ ആണ് ഫസ്റ്റ് നമ്മൾ ഷോർട്ട് നോക്കാം, എന്നിട്ട് നമുക്ക് ലോങ് വീഡിയോ നോക്കാം. ഷോർട്ട് വീഡിയോയിൽ ടൈറ്റിൽ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ, ടൈറ്റിലാണ് ഫോക്കസ് കൊടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ വീഡിയോ കണ്ടന്റ് എഴുതുക. ഇപ്പൊ ഡാൻസ് ആണെങ്കിൽ ഏത് ഡാൻസ് എന്നല്ല എഴുതാനുള്ളത്. പവിഴമല്ലി ഡാൻസ് ആണെങ്കിൽ പവിഴമല്ലിന്ന് ഫസ്റ്റ് എഴുതുക. പവിഴമല്ലി മാത്രം എന്റെ മനസ്സിൽ വരുന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. പവിഴമല്ലി ഡാൻസ് ആണ് നിങ്ങളുടെ ഷോർട്ട് കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പവിഴമല്ലിന്ന് ഫസ്റ്റ് ചൂടെടുക്കുന്നു. ഓക്കെ, പവിഴമല്ലിന്ന് ഫസ്റ്റ് നിങ്ങൾ ഇത് കൊടുക്കുക, ടൈറ്റിൽ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഞാൻ ഈ പറയാൻ പോകുന്ന 3 ഹാഷ്ടാഗ്സ് നിങ്ങൾ കൊടുക്കണം. ഹാഷ്ടാഗ് ട്രെൻഡിങ്, ഹാഷ്ടാഗ് ഷോർട്സ്, ഹാഷ്ടാഗ് വൈറൽ. ഈ 3 ഹാഷ്ടാഗും നിങ്ങൾ മെയിൻ ആയിട്ട് നിങ്ങളുടെ ഷോർട്ട് വീഡിയോ ടൈറ്റിലിൽ കൊടുക്കണം. അപ്പൊ ഇത് കൊടുക്കുന്ന ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രെൻഡിങ് അടിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വീഡിയോ കയറി വരാൻ ചാൻസ് ഉണ്ട്.
ഷോർട്സ് നടിക്കുമ്പോൾ നിങ്ങളുടെ വീഡിയോ കയറി വരാൻ ചാൻസ് ഉണ്ട്. വൈറൽ നടിക്കുമ്പോൾ നിങ്ങളുടെ വീഡിയോ കയറി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. പക്ഷെ വേറൊരു ഹാഷ്ടാഗിൽ ഇത് വർക്ക് ആവില്ല. ഇത് 3 ഹാഷ്ടാഗിൽ വർക്ക് ആവത്തുള്ളൂ. സോ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഇനി ലോങ് വീഡിയോ ഇടുന്നല്ല, ഡിസ്ക്രിപ്ഷനിൽ ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ ടൈറ്റിൽ ഒന്നും കൊടുക്കണ്ട. ഡിസ്ക്രിപ്ഷനിൽ എത്ര വരെ ലിമിറ്റ് ഉണ്ടോ അത്രയും ഹാഷ്ടാഗ്സ് നിങ്ങൾ കൊടുക്കുക. ഈ 3 കൊടുക്കാൻ വേണ്ടി മറക്കരുത്. അതല്ലാതെ പവിഴമല്ലിന്നോ, ഡാൻസെന്നോ, ട്രാൻസിഷനോ, ഫാഷൻ ട്രെൻഡ്സെന്നോ, ഔട്ട്ഫിറ്റ് ചെക്കെന്നോ, കുർത്തന്നോ, ബ്ലൂ കളറിനോ, ഓരോ കളറിന്റെ പേര് എന്തൊക്കെയൊക്കെ നിങ്ങൾ കൊടുത്തു. ഡിസ്ക്രിപ്ഷൻ ലിമിറ്റ് എത്തുന്നവരെ നിങ്ങൾ എല്ലാം കൊടുത്തുകൊണ്ടേ ഇരിക്കണം. പക്ഷെ ടൈറ്റിൽ നിങ്ങൾ ലിമിറ്റ് വരെ കൊടുക്കരുത്. അപ്പൊ നിങ്ങൾ ബോട്ടാണ്, സ്പാം ചെയ്യുന്നതൊക്കെ യൂട്യൂബ് വിചാരിച്ചിട്ട് യൂട്യൂബ് നിങ്ങളുടെ കണ്ടന്റ് റിമൂവ് ചെയ്യും. അതുകൊണ്ട് ടൈറ്റിൽ നിങ്ങൾ കുറെ ഹാഷ്ടാഗ്സ് കൊടുക്കാതെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഹാഷ്ടാഗ്സ് കൊടുക്കുക, ഇൻക്ലൂഡിംഗ് ദ 3 ഹാഷ്ടാഗ്സ് ഐ ടോൾഡ് യു ഗൈസ്. അപ്പോൾ ഇതാണ് ടൈറ്റിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ. ഇനി ലോങ് വീഡിയോയിലാണെങ്കിൽ ടൈറ്റിൽ നിങ്ങൾ ആകെ ഒരു ഹാഷ്ടാഗ്സ് ഒന്നും കൊടുക്കണ്ട. ആകെ നിങ്ങൾ ഫസ്റ്റ് ടൈറ്റിലിന്റെ കണ്ടന്റ് എഴുതുക. ഇപ്പൊ ഗസ് ദ ഡ്രിങ്ക് ചലഞ്ച് ഞാൻ ചെയ്ത സമയത്ത് എന്റെ ടൈറ്റിൽ ശ്രദ്ധിച്ചാൽ മതി. ഗസ് ദ ഡ്രിങ്ക് ചലഞ്ച്, ഒരു വര ഉണ്ടല്ലോ, അതിനെന്താ പറയണെന്ന് എനിക്ക് ഒരു വര ഇട്ടിട്ട് നിങ്ങളുടെ ചാനലിന്റെ പേര് ഞാൻ വെന്യ മനോജ് എന്നാണ് കൊടുക്കുക. സ്പേസ് ഇല്ലാതെ വെന്യ മനോജ് അടിക്കുക. ചില വീഡിയോയിലൊക്കെ സ്പേസ് ഇട്ടെന്ന് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ ചാനലിന്റെ പേര്, ഇപ്പൊ നിങ്ങളുടെ ചാനലിന്റെ പേര് ക്രിയേറ്റീവ് മലയാളം അങ്ങനെയാണെങ്കിൽ ക്രിയേറ്റീവ് മലയാളം എന്ന് കൊടുക്കാം. ലൈക്ക് ഒരു ഇതിട്ടിട്ട് ക്രിയേറ്റീവ് മലയാളം എന്ന് കൊടുക്കാം. എന്റെ ചാനലിന്റെ പേര് വെന്യ മനോജ് എന്നാണ്. ഞാൻ വെന്യ മനോജ് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ നിങ്ങൾ ടൈറ്റിൽ കണ്ടന്റ് നിങ്ങളുടെ ചാനൽ പേര്, ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ലോങ് വീഡിയോ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ എന്തുവേണം ചെയ്യാം. ഷോർട്സിലാണ് ഒന്നുകിൽ ടൈറ്റിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഫോക്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്കിനി നേരെ അടുത്ത ടിപ്പിലോട്ട് പോവാം, മെത്തേഡിലോട്ട് പോവാം. അടുത്ത എന്താന്ന് നമുക്ക് നോക്കാം. തംബ്നെയിൽ. ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് മെയിൻ ആയിട്ട് പറയുന്ന കാര്യമാണ്. തംബ്നെയിൽ എന്ന് വെച്ചാൽ ഷോർട്സിൽ തംബ്നെയിൽ അത്ര കൊടുത്താലും ചിലപ്പോൾ കയറി വരുന്ന വേറെ വല്ല തംബ്നെയിലും ആയിരിക്കും. പക്ഷെ ലോങ് വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, തംബ്നെയിൽ കൊടുക്കുമ്പോൾ പുട്ട് തംബ്നെയിൽ ദാറ്റ് അട്രാക്ട്സ് പീപ്പിൾ. നിങ്ങൾ തംബ്നെയിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ജെമിനയോ അല്ലെങ്കിൽ ചാറ്റ് ജിപിടിയോ വെച്ച് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു AI വെച്ച് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. പ്രോംപ്റ്റ് ഒക്കെ അയച്ചിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. നിങ്ങൾ ക്യാൻവ ഒക്കെ യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ പ്രോബ്ലം ഈസ് അതിൽ അവർ തന്നിട്ടുള്ള ടെംപ്ലേറ്റ്സ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ അതിൽ വലിയ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ടെംപ്ലേറ്റ് ഒന്നും കാണില്ല. അപ്പൊ ജെമിനി അല്ലെങ്കിൽ ചാറ്റ് ജിപിടി ആണെങ്കിൽ അത്യാവശ്യം ഇംഗ്ലീഷ് ഒക്കെ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ തന്നെ ഒരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അയച്ചു കൊടുക്കുക. അപ്പൊ ഞാൻ അയച്ചു കൊടുക്കുന്ന പ്രോംപ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനറേറ്റ് മീ എ യൂട്യൂബ് വീഡിയോ തംബ്നെയിൽ, കണ്ടന്റ് എഴുതുക. ഞാൻ എഴുതിയത് ഗസ് ദ ഡ്രിങ്ക് ചലഞ്ച്, മേക്ക് ഇറ്റ് കളർഫുൾ ആൻഡ് ഇറ്റ് ഷുഡ് അട്രാക്ട് പീപ്പിൾ. ഇതാണ് ഞാൻ കൊടുക്കുന്ന പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രോംപ്റ്റ് നിങ്ങൾ വേണമെങ്കിൽ കൊടുത്തോ. അപ്പൊ ഞാൻ കണ്ടന്റ് അത് മാറ്റിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ അതും കൂടെ കൊടുക്കുക. ആഡ് റാൻഡം ടെക്സ്റ്റ് ലൈക്ക് കൊടുക്കുക. അപ്പൊ ഇതാണ് തംബ്നെയിൽ. ഷോർട്സിന് തംബ്നെയിൽ എനിക്ക് വലുതായിട്ട് പറയാനില്ല. പക്ഷെ യൂട്യൂബ് ലോങ് വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ തംബ്നെയിൽ മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ കണ്ടന്റിൽ ഇല്ലാത്ത തംബ്നെയിൽ കൊടുക്കരുത്. നെഗറ്റീവ് കമന്റ്സ് ഇഷ്ടം പോലെ വരാം. നിങ്ങൾ കമന്റ് ഓഫ് ചെയ്തിട്ട് കൊടുത്തോ. പക്ഷെ കണ്ടന്റിൽ ഇല്ലാത്ത ഒരു കാര്യം തംബ്നെയിൽ കൊടുക്കരുത്. മാക്സിമം ശ്രദ്ധിക്കുക. തംബ്നെയിൽ കണ്ടന്റ് ഇപ്പൊ വേറെ കുക്കിംഗ് വീഡിയോ ആയിട്ട് തംബ്നെയിൽ നിങ്ങൾ വേറെ ഇത് കൊടുക്കരുത്. നെഗറ്റീവ് കമന്റ്സ് വരും. ഓക്കെ, നമുക്ക് അതായത് അടുത്ത മെത്തേഡിലോട്ട് പോവാം. അടുത്ത മെത്തേഡാണ് ഡോണ്ട് ബോദർ അബൌട്ട് വീഡിയോ ക്ലാരിറ്റി വൈൽ അപ്ലോഡിംഗ് വീഡിയോസ് ബിഫോർ 1K സബ്സ്ക്രൈബേഴ്സ്. ഇത് ഞാൻ കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്ത് പറയുവാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 1K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആവുന്നതിന് മുമ്പ് നിങ്ങളൊരു ചെറിയ യൂട്യൂബറാണ്. 1K സബ്സ്ക്രൈബർ എന്താ ഇത്ര വലിയ കാര്യം നിങ്ങൾ വിചാരിക്കും. ഒരു യൂട്യൂബർ ആവണമെങ്കിൽ 1K സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും വേണം. അപ്പൊ 1K സബ്സ്ക്രൈബേഴ്സ് എങ്കിലും മിനിമം ലൈക്ക് 1K സബ്സ്ക്രൈബർ എങ്കിലും വേണം. അപ്പൊ 1K സബ്സ്ക്രൈബർ എന്ന് പറയുമ്പോൾ നിങ്ങൾ യൂട്യൂബർ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വീഡിയോ ഇടുന്ന ഒരാൾ, അങ്ങനെ പറയത്തുള്ളൂ. വീഡിയോ ക്രിയേറ്റർ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ യൂട്യൂബർ എന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 1K സബ്സ്ക്രൈബേഴ്സ് വേണം. നിങ്ങൾ ഒരു അക്കൗണ്ട് അങ്ങ് തുടങ്ങി ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ യൂട്യൂബർ ആവത്തില്ല. അതിന് നിങ്ങൾക്ക് 1K സബ്സ്ക്രൈബേഴ്സ് മാക്സിമം വേണം. ഞാനും 1K ആവുന്ന വരെ യൂട്യൂബർ അല്ലായിരുന്നു. ഇപ്പോഴാണ് ഞാനൊരു യൂട്യൂബർ ആയത്. ഓക്കെ, അപ്പം ഇൻസ്റ്റയിലൊക്കെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇൻഫ്ലുവൻസർ അങ്ങനെ വല്ലതും പറയാം, അത് പ്രശ്നമില്ല. നമുക്ക് കണ്ടന്റ് മാറി പോകുന്നു. ഓക്കെ, നിങ്ങൾ പറയാനുള്ളത് ഡോണ്ട് ബാ. നിങ്ങൾ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങളിപ്പോ വലിയ യൂട്യൂബർ അല്ല, നിങ്ങൾ ചെറിയൊരു വീഡിയോ ക്രിയേറ്റർ, റീൽ ക്രിയേറ്റർ ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ വീഡിയോ ക്ലാരിറ്റി നോക്കുന്നതിന് പകരം വീഡിയോ റീച്ച് ഉണ്ടോ നോക്കാം. അല്ലെ, എങ്ങനെ പറയണമെന്ന് എനിക്കറിഞ്ഞൂടാ. വീഡിയോ ക്ലാരിറ്റി നിങ്ങൾ വലുതായിട്ട് ശ്രദ്ധിക്കരുത്. ഈ യൂട്യൂബ് ചാനലൊക്കെ ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് ആരുടെ വീഡിയോയും വലിയ ക്ലാരിറ്റി ഒന്നും കാണത്തില്ല. ഇപ്പൊ തന്നെ ഇപ്പൊ 1K ആയിട്ട് പോലും ഞാൻ എടുക്കുന്ന റിയൽമി ഫോണിലാണ്, ഐഫോണിലോ ക്യാമറയിലോ ഒന്നുമല്ല ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ ക്ലാരിറ്റി ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ബട്ട് സൗണ്ട് ക്ലാരിറ്റി നിങ്ങൾ ശ്രദ്ധിക്കണം. ഓൺ വോയിസ് കൊടുക്കുന്നവരോ അല്ലെങ്കിൽ
വ്ളോഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ സൗണ്ട് മാക്സിമം ശ്രദ്ധിക്കാൻ നോക്കുക. എന്റെ ചില വീഡിയോസ് കണ്ടാൽ അറിയാം, മൈക്ക് മേടിക്കുന്നവരെ എന്റെ വീഡിയോ സൗണ്ട് ക്ലാരിറ്റിയേ ഇല്ല, അതുകൊണ്ട് വലിയ റീച്ച് ഒന്നും കിട്ടാനില്ല. മൈക്ക് മേടിക്കുന്ന എന്തിനാണെന്നറിയോ? സൗണ്ട് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് നമ്മൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവും. അപ്പൊ അവർ കുറച്ചുകൂടെ നമ്മുടെ ചാനൽ കുറച്ചുകൂടെ അറിയാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യും. അതുകൊണ്ടാണ്. സോ വീഡിയോ ക്ലാരിറ്റി നോക്കുന്നതിന് പകരം സൗണ്ട് ക്ലാരിറ്റി നോക്കുക. നിങ്ങൾ ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്തൊരു വീഡിയോ എടുത്തിട്ട് സൗണ്ട് നല്ല ക്ലാരിറ്റിയോടെ നിങ്ങൾ ആ നല്ല ഉപയോഗമുള്ള ഒരു കാര്യം പറഞ്ഞെന്ന് വിചാരിച്ചോ, വീഡിയോ അവർ സേവ് ആക്കും. കാരണം വീഡിയോ അല്ല അവർ നോക്കുന്നത്, ആൾ എന്താണ് പറയുന്നതെന്നാണ് അവർ കേൾക്കുന്നത്. സോ വീഡിയോ ക്ലാരിറ്റിന് നോക്കുന്നതിന് പകരം സൗണ്ട് ക്ലാരിറ്റി നോക്കുക, അത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. വീഡിയോ എത്രത്തോളം ലെങ്ത് ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എഡിറ്റിംഗ് വലുതായിട്ട് അറിയാത്തവരാണെങ്കിൽ, പിന്നെ കുറച്ചൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ട്യൂട്ടോറിയൽ ഓൺ എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. ആ വീഡിയോ കണ്ടുനോക്കിയാൽ മതി. ഏകദേശം ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് എഡിറ്റിംഗ് പഠിക്കാനും പറ്റും. ഏകദേശം ഒക്കെ പഠിക്കാൻ കിട്ടും. ഞാൻ റീൽസ് എങ്ങനെയാണ് എഡിറ്റ് അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഏകദേശം ഒക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അടുത്ത ടിപ്പാണ്, ഡോണ്ട് ബി മാഡ് ഓർ ഗിവ് അപ്പ് ഇഫ് യു ആർ നോട്ട് ഗെറ്റിംഗ് ഇനഫ് വ്യൂസ്. ഗൈസ്, ലെറ്റ്സ് ബി റിയൽ. നമുക്ക് ചാനൽ തുടങ്ങിയ ഒരു ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട്, ഒരു വർഷം കൊണ്ട് ഒന്നും എവിടെ എത്താൻ പോകുന്നില്ല. നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചാലും യൂട്യൂബ് അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇൻ മൈ കേസ് ഓൾസോ, ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ 1K സബ്സ്ക്രൈബേഴ്സിൽ എത്തിയിട്ടുള്ളൂ. എന്റെ ഹാർഡ് വർക്ക് യൂട്യൂബ് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ എവിടെ എത്താൻ വേണം. കാരണം ഞാൻ വീഡിയോ ചെയ്യുന്നതാവട്ടെ, എഡിറ്റ് ചെയ്യുന്നതാവട്ടെ, ഇടുന്നതാവട്ടെ, ഇറ്റ്സ് എ ലോങ് പ്രോസസ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് വീഡിയോ ഇടുമ്പോൾ വ്യൂസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. ചിലപ്പോൾ നിങ്ങൾ ഇന്നിടുന്ന വീഡിയോക്ക് 1K വ്യൂസ് അടിച്ച്, പക്ഷെ നാളെ ഇടുന്ന വീഡിയോക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ 2 വ്യൂസോ 3 വ്യൂസേ ഉള്ളൂ എന്നും പറഞ്ഞ് അതെന്ത് ഇപ്പം എനിക്ക് 1K കിട്ടിയിട്ട് ഇപ്പൊ എന്ത് 2 വ്യൂസ്, ഞാൻ ഇനി വീഡിയോ ഇടൂല എന്നും പറഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ ഒരിക്കലും പറ്റില്ല. എത്ര ഒരു വ്യൂസോ 2 ഒരു വ്യൂസോ ചിലപ്പോൾ നിങ്ങൾ തന്നെ ആയിരിക്കും ആ വ്യൂസ്. ഇനിയിപ്പോ വ്യൂസ് ഒട്ടും കയറുന്നില്ല, സ്റ്റോപ്പായി നിൽക്കും, സ്റ്റക്കായി നിൽക്കുവാണെങ്കിലും ഗൈസ് വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുക. യുവർ ഫ്യൂച്ചർ സെൽഫ് വിൽ താങ്ക് യു. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. ഒരു ദിവസം വീഡിയോക്ക് റീച്ച് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഇടാതിരിക്കരുത്. എന്നും ഇട്ടുകൊണ്ടേ ഇരിക്കുക. നോ മാറ്റർ ഹൗ റീച്ച് യു ഗെറ്റ്, ഹൗ മച്ച് വ്യൂസ് യു ഗെറ്റ്, ജസ്റ്റ് കീപ് ഓൺ അപ്ലോഡിങ് വീഡിയോസ്. ഒരു ദിവസം നിങ്ങൾ ആലോചിക്കും, അന്ന് ഞാൻ വീഡിയോ ഇട്ടത് കൊണ്ടല്ലേ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നതെന്ന്. സോ യുവർ ഫ്യൂച്ചർ സെൽഫ് വിൽ താങ്ക് യു. പക്ഷെ നിങ്ങൾ വീഡിയോ ഇടുന്ന സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇതുപോലെ വീഡിയോ ഇട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കും, ഞാനും അന്ന് ഇതുപോലെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാനും എവിടെയെങ്കിലും ഒക്കെ എത്തിയേനെ. സോ ഗൈസ്, ഇപ്പം മടി പിടിച്ചിരിക്കുന്നവർ ഗെറപ്പ്, മേക്ക് എ യൂട്യൂബ് ചാനൽ, സ്റ്റാർട്ട് അപ്ലോഡിങ് വീഡിയോസ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ വേണ്ടി. വീഡിയോ എത്രത്തോളം ലെങ്ത് ഉണ്ടെന്നൊന്നും എനിക്ക് അറിയത്തില്ല. മാക്സിമം 8 മിനിറ്റ് എങ്കിലും വേണം വീടുണ്ടെങ്കിൽ. പിന്നെ ഞാൻ വേറൊരു ടിപ്പ് കൂടെ പറഞ്ഞത്, വേറെ ടിപ്പല്ല, ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമാണ്. ലോങ് വീഡിയോ ഇടുമ്പോൾ 8 മിനിറ്റ് വേണം. ലോങ് വീഡിയോ പ്രത്യേകിച്ച് 1K സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും ആയവർക്ക്, എന്നാൽ യൂട്യൂബിൽ നിന്ന് ഏർണിംഗ് കിട്ടി തുടങ്ങിയവരാണെങ്കിൽ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 8 മിനിറ്റിലുള്ള വ്ളോഗ്സ് ഇടാവും. 8 മിനിറ്റിന് താഴെ ഇട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. എന്ന് വെച്ചാൽ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടത്തില്ല. ഇപ്പൊ നിങ്ങൾ പൈസ കിട്ടി തുടങ്ങിയവരാണെങ്കിൽ ഒരു വീഡിയോക്ക് 8 മിനിറ്റ് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ആ വീഡിയോയിലുള്ള പൈസ, ആ വീഡിയോയിൽ നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ടു, ആ വീഡിയോക്ക് എത്ര വ്യൂസ് ഉണ്ട്, അത് വെച്ച് യൂട്യൂബ് പൈസ അയച്ചു തരത്തുള്ളൂ. ഷോർട്സ് ആണ് ഇടുന്നതെങ്കിൽ വെറുതെ ശ്രദ്ധിക്കണം. പക്ഷെ ലോങ് വീഡിയോ ഇടുമ്പോൾ 8 മിനിറ്റ്സ് ഉള്ള വീഡിയോ ഇടാവും. 8 മിനിറ്റ്സിന് കൂടിയാൽ കുഴപ്പമില്ല, ബട്ട് 8 മിനിറ്റ്സ് കുറയാൻ പാടില്ല. നിങ്ങൾ ഒരാളുടെ വീഡിയോ കണ്ടോ ഗൈസ്, 24 hours ഡൂയിങ് നത്തിങ്. ലൈക്ക് സീരിയസ്ലി ആ വീഡിയോ 24 hours ഉണ്ട്. ഹി നെവർ സ്റ്റോപ്പ് റെക്കോർഡിങ്. അപ്പൊ ഞാൻ പറയുവാണ്, 8 മിനിറ്റിന് കൂടി കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ 8 മിനിറ്റിന് കുറയാൻ പാടില്ല. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. സോ അപ്പൊ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ കുറെ പേര് എന്റെ മൈക്കിന്റെ ലിങ്ക് ചോദിച്ചിരുന്നു. ഞാൻ ഒരാൾക്ക് എന്തോ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ആ കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് പറയാനുള്ള കാര്യം, മൈക്ക് മേടിക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ ഇച്ചിരി ക്വാളിറ്റി ഉള്ള മൈക്ക് മേടിക്കുക. ഇത് ഞാൻ തൽക്കാലത്തേക്ക് മേടിച്ചൊരു മൈക്ക്, TXന്റെ മൈക്കാണ്. ഞാൻ തൽക്കാലത്തേക്ക് മേടിച്ചതാണ്. ഇത് അത്ര ക്വാളിറ്റി ഉള്ള സാധനം ഒന്നല്ല, പെട്ടെന്ന് ചാർജും തീരുന്ന, ഈ മാഗ്നറ്റും അത്ര പവർഫുൾ ഒന്നും അല്ല. സോ ഞാൻ പറയുവാണെങ്കിൽ, നിങ്ങൾ അത്രയ്ക്ക് മൈക്കിന് അത്യാവശ്യപ്പെട്ട് മേടിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ പെട്ടെന്ന് ഇപ്പൊ ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടി മേടിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ഇത് മേടിച്ചോ. അല്ലാതെ നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള മൈക്ക് വേണമെങ്കിൽ വേറെ ഒരു മൈക്ക് ഉണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് 7000 എത്ര രൂപയാണ് ആ മൈക്കിന്. അപ്പൊ നിങ്ങൾ അത്രയ്ക്ക് ആവശ്യപ്പെട്ട് മൈക്ക് മേടിക്കുന്നവരാണെങ്കിൽ അത് മേടിക്കുന്നതാണ് നല്ലത്. പക്ഷേ അല്ലാതെ ഒരു ജസ്റ്റ് ഫോർ യൂസിനാണെങ്കിൽ ഈ TXന്റെ മൈക്ക് മേടിക്കുന്നതാണ് നല്ലത്. അതിന് ഐ തിങ്ക് ഒരു അറൌണ്ട് 100 എത്ര സംതിങ് റുപ്പീസേ ഉള്ളൂ. അതിന്റെ ക്വാളിറ്റിയേ ഉള്ളൂ. ഓക്കെ, അതാണ് ഇടയ്ക്ക് വെച്ച് മാഗ്നറ്റ് കളഞ്ഞു പോയി. ഇത് 2 മൈക്ക് വരും. അപ്പം ഒന്നിന്റെ മാഗ്നറ്റ് കളഞ്ഞു പോയി, ഒന്നിൻ്റെതാ ഉണ്ട്, മാഗ്നറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ വെച്ച് സംസാരിക്കാം. എന്തായാലും വീഡിയോ എന്റെ ആവാറായി. ഇനി ഞാൻ ഇവിടെ വെച്ച് സംസാരിക്കാൻ പോവാണ്.
അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പം നിങ്ങളും ഇതുപോലെ വീഡിയോസ് ഒക്കെ ചെയ്ത് എവിടെയെങ്കിലും ഒക്കെ എത്തണം എനിക്ക് കാണാം. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ പകുതി കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. പക്ഷെ നിങ്ങൾ പറയുന്ന എന്തെങ്കിലുമൊക്കെ എനിക്ക് മനസ്സിലാവുമല്ലോ. കാരണം എനിക്ക് ആരെയും കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് ഇതുവരെ പഠിച്ചില്ല. ആ ഒരു ടാലന്റ് എനിക്കില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എന്ത് ഡൗട്ട് വേണോ ചോദിച്ചാൽ അത് ഞാൻ ക്ലിയർ ചെയ്ത് തരും. വേറെ യൂട്യൂബേഴ്സിനെ പോലെ ഞാൻ ജാടയൊന്നും കാണിക്കില്ല ഗൈസ്. ഞാൻ കമന്റ് ബോക്സിൽ ഡൗട്ട് ചോദിച്ചാൽ അത് ക്ലിയർ ചെയ്ത് തരും. ചില യൂട്യൂബേഴ്സ് ഉണ്ട് ഡൗട്ട് ചോദിച്ചാൽ പോലും അത് ക്ലിയർ ചെയ്ത് തരില്ല. അവരെന്തോ ലൈക്ക് ആണെന്നാണ് വിചാരം. ലൈക്ക് ഞാൻ യൂട്യൂബർ അല്ല ഗൈസ്. ഞാൻ നിങ്ങളുടെ ഒരു ഫ്രണ്ടാണ്. ഞാൻ നിങ്ങളുടെ ഫ്രണ്ടാണ്. ഞാനൊരു യൂട്യൂബർ അല്ല. ലൈക്ക് ഞാനൊരു വലിയ സെലിബ്രിറ്റി അല്ല. ഞാൻ നിങ്ങളുടെ ഫ്രണ്ടാണ്. ടേക്ക് മീ ആസ് യുവർ ഫ്രണ്ട് അതർ ദാൻ ടേക്കിംഗ് മീ ആസ് യുവർ ഐഡൽ. മനസ്സിലായോ? നിങ്ങൾ എന്റെ ഫാൻ ആവുന്നതിന് പകരം നിങ്ങൾ എന്റെ ഫ്രണ്ട് ആവണം. നിങ്ങൾ വഴിയിൽ വെച്ച് കാണുമ്പോൾ ഐ എം യുവർ ഫാൻ എന്ന് പറയുന്ന പകരം നിങ്ങൾ നിങ്ങളുടെ പേര് പറഞ്ഞ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ 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 ഫ്രണ്ട്സ്.